പാലക്കാട് വാളയാറിൽ രാസലഹരിയുമായി അമ്മയും മകനും സുഹൃത്തുക്കളും പിടിയിൽ. തൃശൂർ സ്വദേശി അശ്വതി, മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് ഏലത്തൂർ സ്വദേശികളായ പി മൃദുൽ, അശ്വിൻ ലാൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. 21 വയസ്സുകാരനാണ് മകൻ. വിൽപ്പനക്കായി കാറിൽ കൊണ്ടുവരികയായിരുന്ന 10 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് എക്സൈസ് പിടികൂടിയത്. പ്രതികളുടെ കാറിൽ നിന്ന് മയക്കുമരുന്ന് ഗുളിക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള സിറിഞ്ച് ഉൾപ്പെടെയുള്ള സാധനങ്ങളും കണ്ടെടുത്തിട്ടുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു. അശ്വതിയും മകനും തൃശൂർ സ്വദേശികളാണെങ്കിലും എറണാകുളത്താണ് താമസം. എറണാകുളത്ത് വിൽപ്പനക്കായി ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച MDMA ആണ് പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. പ്രതികൾ സഞ്ചരിച്ച കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എക്സൈസിന്റെ പരിശോധനയിലാണ് MDMAയുമായി യുവതി ഉൾപ്പെടെ 4 അംഗ സംഘം പിടിയിലായ വിവരം പുറത്തുവരുന്നത്. അതേസമയം യുവതി ഇതിൽ ഒരാളുടെ അമ്മയാണെന്ന് പിന്നീട് വെളിപ്പെട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുകയായിരുന്ന സംഘമാണ് പിടിയിലായത്. വിൽപ്പനക്കായി എത്തിച്ച MDMA ആണ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്നത്. പിടിയിലായ അശ്വതി ദീർഘകാലമായി ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘാംഗം എന്നാണ് എക്സൈസ് പറഞ്ഞത്. ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്ത് പോലീസും എക്സൈസും ചേർന്ന വാഹന പരിശോധന ശക്തമാക്കിയിരുന്നു. MDMA, കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരവധി സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം സംസ്ഥാനത്ത് വർദ്ധിച്ചു വന്നതോടെയാണ് എക്സൈസ് സംഘം പരിശോധന ശക്തമാക്കിയത്. ഈ പരിശോധനയിലാണ് ഇവർ വലയിൽ വീണതും. പലരിൽ നിന്നായി എക്സൈസ് സംഘം പിടിച്ചെടുത്ത MDMA ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗവും കാറ് മാർഗവും ഒക്കെ കേരളത്തിലെത്തിക്കുകയാണ് ഇവരുടെ പരിപാടി. കേരളത്തിൽ ചില്ലറ വിൽപ്പനയാണ് ഇവർ നടത്തുന്നത്. പണം ഞങ്ങൾ തരും.